അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പ്രിയപ്പെട്ട KC മുഹമ്മദ് ബാക്കവി ഉസ്താദുമായി സമർപ്പണം കുടുംബാംഗങ്ങളുമായി നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നു. ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ഒക്കെ ഉസ്താദുമായി ചർച്ച ചെയ്യുകയാണ്. നമ്മളൊക്കെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പലതവണ നമ്മുടെ പ്രേക്ഷകർക്ക് ക്ലാസ്സുകൾ നൽകിയെങ്കിലും വീണ്ടും ഓരോ സമയാകൃതമായി ഓരോ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ചില കാര്യങ്ങളായിരിക്കാം ഇത്തരം ചോദ്യങ്ങളിലേക്ക് എത്തുന്നത്. മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമായി മക്കൾ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നതാണ് ചോദ്യം. നിർബന്ധമില്ല, ഒരിക്കലും അത് നിർബന്ധമുള്ള കാര്യമേ അല്ല. പക്ഷേ ഒരാൾ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ പേരിൽ ഇമാമത്ത് നിൽക്കാനുള്ളത് ഒരവകാശമാണ്. ആ അവകാശം ഒന്നാമതായി സ്വന്തം ആൺമക്കൾക്കാണ് എന്നാണ്. അതിനാൽ ആര് ഇമാമത്ത് നിൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും ആൺമക്കൾക്കുണ്ട്. അതോടൊപ്പം ആ അധികാരം താൻ തന്നെ ഉപയോഗപ്പെടുത്തി താൻ തന്നെ ഇമാമത്ത് നിൽക്കണം എന്ന് ഒരിക്കലും നിർബന്ധമില്ല. തൻ്റെ അവകാശവും അധികാരവും മറ്റുള്ളവർക്ക് ഏൽപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പം ഈ മകൻ ഇമാമം നിൽക്കുന്നില്ലെങ്കിൽ യോഗ്യരായ ബന്ധുക്കളുണ്ട്. എന്നാൽ പള്ളിയിലെ ഖത്തീബ് നല്ലൊരു പ്രമുഖനായ പ്രഗത്ഭനായ പണ്ഡിതനുണ്ട്. അവിടെ ആരെയായിരിക്കാം ചുമതലപ്പെടുത്തുക? ഈ മകൻ ഇനി ഇമാമത്ത് നിൽക്കാൻ വിവരവും യോഗ്യതയും ഉള്ള വ്യക്തിയാണെങ്കിൽ തന്നേക്കാളേറെ സൂക്ഷ്മതയും ഈ വിഷയത്തിൽ കൂടുതൽ വിവരവുമുള്ള വ്യക്തികളെ ഏൽപ്പിക്കുന്നത് ഗുണകരമാണ് എന്ന് വന്യരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സംഭവ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാവും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമത്തെ ഖലീഫ. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഇമാമത്ത് നിൽക്കാൻ അവകാശപ്പെട്ട തൻ്റെ ആൺമക്കൾ വിവരമുള്ളവർ തന്നെ ഉണ്ടായിരുന്നു. മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഒരു മോനാണ്, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വേറൊരു മകനാണ്. ഇങ്ങനെ ആൺമക്കൾ അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേർന്ന് ജീവിക്കാൻ അവസരം ലഭിച്ച വലിയ സ്വഹാബി എന്ന പവർ ലഭിച്ച ഉന്നതന്മാരായ മക്കളാണ് അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ. എന്നിട്ടും ഞങ്ങളെക്കാൾ ഏറെ ഈ വിഷയത്തിൽ അർഹതയും യോഗ്യതയും വിവരവും സൂക്ഷ്മതയും മറ്റൊരാൾക്കാണ് എന്ന് മനസ്സിലാക്കി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്നത്, നേതൃത്വം നൽകിയത് എന്ന. സ്വന്തം മക്കൾ തന്നെയാണ് നിൽക്കേണ്ടത്, മറ്റാരുമല്ല എന്നാണെങ്കിൽ വിവരവും അറിവുമുള്ള മക്കൾ തന്നെ അവിടെ ഉണ്ട്. എന്നിട്ടും മറ്റൊരാളെ ഏൽപ്പിക്കാൻ കാരണം ഈ സൂക്ഷ്മതയും വിവരവും തന്നേക്കാൾ ഏറെ ഉള്ള ആൾ എന്ന രൂപത്തിലാണ്. ആ നിലയിൽ പരിശോധിച്ചാൽ മറ്റുള്ള മഹാന്മാരുടെയും സംഭവം നമുക്ക് ഈ രൂപത്തിൽ കണ്ടെത്താൻ കഴിയും. ഇനി ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ നിരവധി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വലിയ റാവിയാണ്. സ്വഹാബികൾ എല്ലാവരും വലിയ ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അറിയപ്പെട്ട ഇൽമിൻ്റെ വിഷയത്തിൽ, അറിവിൻ്റെ വിഷയത്തിൽ അറിയപ്പെട്ട മഷ്ഹൂറായ ചില മഹാന്മാരുണ്ട്. അവരിൽ പ്രമുഖനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വിവരമുള്ള വലിയ പണ്ഡിതനായിരിക്കെ തന്നെ അദ്ദേഹത്തിനാണ് ഇതിനുള്ള അധികാരവും അവകാശവും എന്നിരിക്കെ തന്നെ അദ്ദേഹം ഇമാമത്ത് നിൽക്കാതെ ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു, കൂടുതൽ ഒരു സൂക്ഷ്മതയിൽ കഴിഞ്ഞു കൂടുന്നൊരു സ്വഹാബി, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം ഇമാമത്ത് നിന്ന് നിസ്കരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ജുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയാണ് ഇമാമത്ത് നിന്നത്. അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ സ്വന്തം മകൻ ഹസൻ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഇമാമത്ത് നിന്നത്. അപ്പം 4 ഖലീഫമാരെ നാം പരിശോധിച്ചാൽ അതിൽ ആദ്യത്തെ 3 പേരുടെയും മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്നത്, നേതൃത്വം നൽകിയത് സ്വന്തം ആൺമക്കൾ ഉണ്ടായിരിക്കെ മറ്റ് വലിയ പ്രമുഖരായ ആളുകളാണ് എന്ന്. അതിനാൽ നമ്മുടെ ഉപ്പയോ ഉമ്മയോ മരണപ്പെട്ടാൽ ഞാൻ എന്ന ആൺകുട്ടിക്കാണ് അതിൻ്റെ അവകാശവും അധികാരവും ഉള്ളത് എങ്കിലും എന്നേക്കാൾ സൂക്ഷ്മത എൻ്റെ ഉസ്താദിനുണ്ട് എന്നോ, അല്ലെങ്കിൽ മഹലിലെ ഖത്തീബ് ഉസ്താദിനുണ്ട് എന്നോ, അല്ലെങ്കിൽ വലിയ സയ്യിദന്മാർക്കുണ്ട് എന്നോ ഞാൻ മനസ്സിലാക്കിയാൽ അവരെ ആ വിഷയത്തിന് വേണ്ടി വിട്ടുകൊടുക്കലും അധികാരപ്പെടുത്തലും അവർ നേതൃത്വം നൽകാൻ വേണ്ടി അവസരമൊരുക്കലുമാണ് അവിടെ മുൻഗാമികളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതും. അതാണ് ഏറ്റവും നല്ല രൂപവും എന്ന് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഈ അധികാരപ്പെടുത്തുക, ചുമതലപ്പെടുത്തുക എന്നെല്ലാം പറയുമ്പോൾ ഇപ്പോൾ ഇമാമിനോട്, ഇപ്പോൾ പള്ളിയിലെ ഖത്തീബിനോട് ഇമാമ് നിൽക്കണമെന്ന് ഈ മകനൊരു വക്കാലത്ത് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ പ്രത്യേകമായി പറയേണ്ടതുണ്ടോ? അങ്ങനെ പറയേണ്ടതില്ല, മറിച്ച് ഒരു സമ്മതം. കാരണം മറ്റൊരാളുടെ അധികാരമാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ആൾ വന്ന് ഒരു പക്ഷേ സമ്മതം വാങ്ങാതെ ഇമാമത്തിന് മുന്നോട്ട് നിൽക്കുന്ന സമയത്ത്
ഞാനാണല്ലോ ഉസ്താദെ ഇതിൻ്റെ അവകാശമുള്ളവൻ, നിങ്ങൾ ഇമാമത്ത് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു കശപിശ വരാതിരിക്കാൻ മുൻകൂട്ടി ഒരു അനുവാദം എന്നുള്ളത് ആവശ്യമാണ്. അതിനാൽ ഇത്തരം മയ്യിത്തുകൾ പള്ളിയിലെത്തിയാൽ അവിടുത്തെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദുമാർ ഇമാമത്ത് നിൽക്കുന്ന പതിവ് ഉണ്ടെങ്കിൽ തന്നെ അവകാശവും അധികാരവുമുള്ള മക്കളോട് നിങ്ങൾ സ്വന്തം ഇമാമത്ത് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് തന്നെ നിൽക്കലാണ് എൻ്റെ താല്പര്യം എന്നൊരു അനുവാദം കിട്ടിയാൽ പിന്നെ അവിടെ കശപിശകൾക്കോ കുഴപ്പങ്ങൾക്കോ കലഹങ്ങൾക്കോ സാധ്യതയില്ല. അങ്ങനെ നല്ല വഴി സ്വീകരിക്കലാണ് അവിടെ ഏറ്റവും നല്ലത്. ഇപ്പോൾ നമുക്കറിയാം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പലയിടത്തും പ്രമുഖരായ പണ്ഡിതന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇമാമത്ത് നിൽക്കാറുണ്ട്. പക്ഷേ എന്നാലും ചിലയിടത്തെങ്കിലും മക്കൾ കയറിയിട്ട് നിൽക്കാറുണ്ട്. നല്ലത് തന്നെയാണ്. മക്കൾ നിൽക്കുമ്പോൾ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം മകൻ അള്ളാഹുവിനോട് അള്ളാഹു മഗ്ഫിർലഹു റഹംഹു എന്ന് പറഞ്ഞിട്ട് മനസ്സറിഞ്ഞ് പറയുന്ന ആ ആത്മാർത്ഥത മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. എന്നാലും ഇതെല്ലാം കണ്ടിട്ട് അത്രമാത്രം കഴിവില്ലാത്ത ഒരാൾ കയറി നിൽക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്ന മഅ്മൂമിന് തോന്നുകയാണ് ഇവൻ പോരാ. കാരണം സ്ഥിരമായി പള്ളിയിലൊന്നും വരാത്ത, ഇപ്പോൾ വാപ്പ മരിച്ചപ്പോൾ മാത്രം പള്ളിയിലേക്ക് വന്ന എന്ന ആൾ അവൻ ഇമാമ് നിൽക്കുമ്പോൾ ഇവൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നതിന് അത്ര അതായത് മഅ്മൂമിന് ഇമാം യോഗ്യനല്ലാത്ത രീതിയിൽ തോന്നിയാൽ ഇയാൾക്ക് ഈ മയ്യിത്ത് നിസ്കാരം ഇമാമിനോടൊപ്പം എന്ന് കരുതാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? ചുരുക്കത്തിൽ ഇമാമിനോടൊപ്പം തുടരാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യം പിന്നിലുള്ള ഒരു മൗമൂം മനസ്സിലാക്കി ഒറ്റയ്ക്ക് നിസ്കരിക്കണം എന്ന് താല്പര്യമുണ്ടായാൽ ആ സ്വഫിൽ തന്നെ നിന്നുകൊണ്ട് ഇമാമിനോടുള്ള തുടർച്ചയെ കരുതാതെ ഒറ്റയ്ക്ക് അവനെ നിസ്കരിക്കാവുന്നതാണ്. യാതൊരു കുഴപ്പവുമില്ല. അവൻ ആ സ്വഫിൽ നിൽക്കാതെ ആ ജമാഅത്തിൽ പങ്കെടുക്കുന്നവനെ പോലെ അഭിനയിക്കാതെ വേറിട്ട് നിൽക്കുകയും പിന്നീട് ജമാഅത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് എന്ന രൂപത്തിൽ ഒരു നിസ്കാരം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ഈ കൂട്ടായ്മയിൽ നിന്നുള്ള തെറിച്ചു നിൽക്കൽ എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി അതിൽ പ്രശ്നങ്ങൾക്കോ വർത്തമാനങ്ങൾക്കോ അവസരം ഒരുക്കാതിരിക്കാൻ ഈ ഒരു മാർഗം സ്വീകരിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ആ സ്വഫിൽ തന്നെ അവൻ നിൽക്കുക, എന്നിട്ട് ഇമാമിനോടൊപ്പം തുടരുകയാണ് എന്ന് നിയ്യത്ത് വെക്കാതെ മയ്യിത്തിൻ്റെ പേരിൽ ഞാൻ ഫർളായി മയ്യിത്ത് നിസ്കരിക്കുകയാണ് എന്ന് നിയ്യത്ത് വെച്ച് അവൻ മുൻഫരിദൻ ഒറ്റയ്ക്ക് നിസ്കരിക്കൽ അനുവദനീയമാണ്. യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ ഈ മയ്യിത്ത് നിസ്കാരം മറഞ്ഞ മയ്യിത്തുകൾക്ക് പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ പള്ളിയിലൊക്കെ അപ്പോൾ കുറേ മയ്യിത്തുകളുടെ പേരിങ്ങനെ വയ്ക്കും, 4, 5 മൊത്തം ഒക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ മരണപ്പെട്ടു, ഞാനും ആ പള്ളിയിലുണ്ട്, അവിടെ ഹാജരുണ്ട്. അപ്പോൾ ഇമാമ പറഞ്ഞ പേരുകളിലൊന്നും ഞാൻ ഉദ്ദേശിച്ച ആളില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ മറ്റു മയ്യിത്തുകൾ നിസ്കരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കരുതിയ എൻ്റെ ആൾക്ക് കൂടി നിസ്കരിക്കാൻ പറ്റും? യാതൊരു കുഴപ്പവുമില്ല. ഇമാമ് നിസ്കരിക്കുന്നവരുടെ പേരിലും അതിൻ്റെ പുറമെ ഇന്ന വ്യക്തികളുടെ പേരിലും ഞാൻ ഫർളായി മയ്യിത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ പേരിൽ ഇമാമ് നിസ്കരിച്ചിരിക്കാം. ഒരാളുടെ പേരിൽ വീണ്ടും മയ്യിത്ത് നിസ്കാരം ആവർത്തിക്കുക എന്നത് ഖിലാഫുൽ ഔലയാണ്, നല്ലതിനെതിരാണ് എന്ന. പല നിസ്കാരങ്ങളും വീണ്ടും ആവർത്തിക്കൽ പിന്നെയും സുന്നത്താണ്, നല്ലതാണ് എന്ന നിയമം വരാറുണ്ട്. ഇപ്പോൾ ഫർദ് നിസ്കാരങ്ങളൊക്കെ ജമാഅത്ത് കൂടുതൽ ആളുകളുള്ള ഒരു ജമാഅത്ത് കിട്ടിയാൽ അവിടെ ഒന്നുകൂടി ആവർത്തിക്കൽ നല്ലതാണ്, പ്രതിഫലം കൂടുതൽ ലഭിക്കുന്നതാണ് എന്നുണ്ട്. എന്നാൽ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഹുക്കുമ് നിയമം ഒന്നുകൂടി ആവർത്തിക്കാതിരിക്കലാണ് നല്ലത് എന്ന. അപ്പോൾ ഇമാമ് ഏതെങ്കിലും ഒരു മയ്യിത്തിൻ്റെ പേരിൽ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പക്ഷേ ഇമാം അത് കരുതുകയില്ല. അവിടെ വായിക്കപ്പെട്ട 5 or 8 ആളുകളുടെ പേരിൽ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇമാമ് നിയ്യത്ത് വെക്കുന്നത്. ഇവിടെ വായിക്കപ്പെട്ടവരുടെ പേരിൽ ഞാൻ മയ്യിത്ത് നിസ്കാരം ഫർളായി നിസ്കരിക്കുന്നു എന്ന് ഇമാമ് നിയ്യത്ത് വെച്ചിട്ടുണ്ട്. ആ ഇമാമ് നിയ്യത്ത് വെച്ച് ഇമാമ് നിസ്കരിക്കുന്നവരുടെ പേരിലും പിന്നെ ഇന്ന വ്യക്തികളുടെ പേരിലും എന്നവൻ മനസ്സിൽ കരുതിയാൽ മതി. അവരുടെ പേരിലും ഞാൻ ഫർളായി മയ്യിത്ത് നിസ്കരിക്കുന്നു എന്ന് ഈ മൗമൂമ് കരുതി അങ്ങനെ നിർവഹിക്കാവുന്നതാണ്. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഒരാളുടെ പേരിൽ ഒരു മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചാൽ അയാൾക്ക് വീണ്ടും മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഇമാമ് വായിക്കുന്ന മയ്യിത്തുകളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ പാണക്കാട് ശിഹാബ് തങ്ങളുടെ മയ്യിത്ത് മലപ്പുറത്ത് വന്ന് പാണക്കാട് വന്ന് ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരാൾ തിരിച്ച് എറണാകുളത്ത് ചെല്ലുമ്പോൾ അവിടെ പാണക്കാട് തങ്ങൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരം നടക്കുന്നു. ഈ കൂട്ടത്തിൽ ഈ പറയപ്പെട്ട കുറേ ആളുകളും വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ആ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റും? യാതൊരു കുഴപ്പവുമില്ല. ഇമാമ് കരുതിയ ഇന്ന ആളുടെ മേൽ അല്ലാത്ത മറ്റുള്ളവരുടെ പേരിൽ ഞാൻ മയ്യിത്ത് നിസ്കരിക്കുന്നു എന്ന് ആ നിയ്യത്ത് വച്ച് കൃത്യപ്പെടുത്തിയാൽ മതി. അങ്ങനെ കരുതേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട മയ്യിത്തുകളുടെ അല്ലെങ്കിൽ ഇമാം നിസ്കരിക്കുന്ന മയ്യിത്തുകളുടെ പേരിൽ ഞാൻ മയ്യിത്ത് നിസ്കരിക്കുന്നു എന്ന് നിസ്കരിച്ചാലും ആ നിസ്കാരം സഹിയാകും. പക്ഷേ
ആവർത്തിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ പേരിലുള്ള നിസ്കാരത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ അത് ഖിലാഫിൽ ഔല, നല്ലതിനെതിരെ എന്നൊരവസ്ഥ വരും. അത്രയേ ഉള്ളൂ. എന്നല്ലാതെ പാടില്ലായ്മയോ നിസ്കാരത്തിൻ്റെ സിഹ്നത്തിന് അത് സഹിയാകലിന് കുഴപ്പമോ ഇല്ല. അത് ആവർത്തിക്കാതിരിക്കലാണ് നല്ലത് എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു മയ്യിത്തിൻ്റെ പേരിൽ ഇമാമ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരു ഖത്തീബ് ഉസ്താദ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പേരിൽ പാണക്കാട് പോയി അദ്ദേഹം മയ്യിത്ത് നിസ്കരിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു എന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തിൻ്റെ മഹലിൽ പല ആളുകളും നിസ്കരിക്കാത്തതുണ്ട്. അങ്ങനെ ജുമാക്ക് ശേഷം ആ മഹാൻ്റെ പേരിൽ മഹലിലുള്ള ആളുകൾ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ആ ഇമാമത്ത് നിൽക്കുന്ന പതിവുള്ള പള്ളിയിൽ നിസ്കരിക്കപ്പെടുമ്പോൾ ഇമാമത്ത് നിൽക്കാറ് ഇദ്ദേഹമാണ്. അദ്ദേഹം മാറി മറ്റൊരാളെ ഇമാമാക്കി നിശ്ചയിക്കലാണ് അവിടെ ഏറ്റവും നല്ലത്. മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിൽ ചെന്നൊരു അനുഭവം, കളമശ്ശേരിയിലെ കുന്നത്തേരി എന്ന സ്ഥലത്തുള്ള ഹസൈനാർ മുസ്ലിയാരാണ്, അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു ഓഡിറ്റോറിയത്തിൽ കുറേ ആളുകളുണ്ട്, മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയമായി. അപ്പോൾ പെട്ടെന്ന് ഈ ഉസ്താദും കുറച്ച് ആളുകൾ കൂടി ഒരു ജമാഅത്ത് അവിടെ സംഘടിപ്പിച്ചു. നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ കസേരയിട്ട് ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നു. നോക്കുമ്പോൾ അവർ ആ കസേരയിട്ടിരിക്കുന്ന ഭാഗത്ത് അഴുക്കും മറ്റുമുണ്ട്. ഇവർക്ക് ആവശ്യത്തിന് മുസല്ലയോ മറ്റോ കിട്ടിയില്ല. ജമാഅത്ത് കളയണ്ട, നിസ്കാരം കളയണ്ട എന്ന് കരുതി അവരെല്ലാം തന്നെ നല്ല ആരോഗ്യമുള്ളവർ, നടക്കാനും ഓടാനും ചാടാനും ഇരിക്കാനൊക്കെ കഴിവുള്ള ആളുകൾ കസേരയിൽ നിന്ന് നിസ്കാരം തുടരുന്നു. ഈ നിസ്കാരത്തിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ്. അഴുക്കും പൊടിപടലങ്ങളും നിലത്തുണ്ടായതിനാൽ ശരിയായ രൂപത്തിലുള്ള സുജൂദും റുക്കുവും ചെയ്യാനില്ല എന്ന നിലയിലുള്ള ആ നിസ്കാരം സ്വഹീഹേ അല്ല. കാരണം ഇരുന്ന് നിസ്കരിക്കൽ സ്വഹീയാകണമെങ്കിൽ പൂർണ്ണമായി നിസ്കരിക്കൽ കാരണം ഇരുന്ന് നിസ്കരിക്കൽ അനുവദിക്കപ്പെടണമെങ്കിൽ നിന്ന് പൂർണ്ണമായ രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ വേണം. ഇസ്ലാം അംഗീകരിക്കുന്ന പ്രതിബന്ധത്തിൽ പെട്ടതല്ല ഇത്. കാരണം അവിടെ നജസില്ല, വൃത്തിയുള്ള സ്ഥലമാണ്. അതോടൊപ്പം ഒരു മുസല്ല ലഭിച്ചില്ല, അല്ലെങ്കിൽ വിരിക്കാൻ പറ്റുന്നൊരു കടലാസ് പോലും ലഭിച്ചില്ല. അഴുക്കുകളുണ്ട്. ആ അഴുക്ക് പൊടിപടലങ്ങളോ അഴുക്കോ മണ്ണോ ഇതൊന്നും നജസല്ല. അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവർ ശരിയായ രൂപത്തിൽ സുജൂദ് ചെയ്യാതെ നിസ്കരിക്കുന്നത്. ആ നിസ്കാരം സഹീഹ അല്ല. നേരെ മറിച്ച് അവിടെ നജസുണ്ട് എങ്കിൽ അവിടെയുള്ള നിസ്കാരം തന്നെ ശരിയല്ല. നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ഒന്നും ശരിയല്ല. അപ്പോൾ നജസ് അവിടെ ഇല്ല എന്നവർക്ക് ഉറപ്പാണ്. പക്ഷേ അവിടെ മുട്ടുകുത്തി സുജൂദിലേക്ക് പോകുമ്പോൾ, നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യുമ്പോൾ ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെ അഴുക്കും പൊടിപടലങ്ങളും ആകുമെന്നൊരു ഭയം മാത്രമാണ് അവർക്കുള്ളത്. അതിനാൽ പ്രതിബന്ധം ഇസ്ലാം അനുവദിക്കുന്നത് ഇല്ലാത്തതിൻ്റെ പേരിൽ അത്തരം നിസ്കാരം ശരിയല്ല. അവർ നിസ്കാരം മടക്കി നിർവഹിക്കേണ്ടതാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. ജമ്മും കസറുമായിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു യാത്രകൾ നടത്തുമ്പോൾ, നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കും. പക്ഷേ പിന്നീടൊരു യാത്ര നടത്തുമ്പോൾ ആ സാഹചര്യം ഒത്തു വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ അതെങ്ങനെയാണോ എന്നുള്ള സംശയമുണ്ട്. അതുപോലത്തെ ഒരു സംശയമാണ്. അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതിപ്പോൾ ജമ്മും കസറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്രക്കാരൻ 132 കിലോമീറ്റർ താഴെയുള്ള യാത്രക്കിടയിൽ ളുഹർ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കയറി. ഉദാഹരണം ഒരു 10-65 കിലോമീറ്ററേ ഉള്ളൂ. ളുഹർ നിസ്കാരത്തിന് പള്ളിയിൽ കയറി ളുഹർ നിസ്കരിച്ചു. പക്ഷേ ഇദ്ദേഹത്തിന് ചിന്തയുണ്ട്, ഞാനിനി എൻ്റെ യാത്ര ഇങ്ങനെ പോകുമ്പം ചുരുങ്ങിയ ദൂരമുള്ളെങ്കിൽ കൂടി യാത്ര തുടരുമ്പോൾ ഒരു പക്ഷേ അസ്ർ നിസ്കാരത്തിന് സമയം കിട്ടാതെ വരികയോ എൻ്റെ ജോലികൾക്കിടയിൽ തടസ്സപ്പെടുകയോ ചെയ്തേക്കാം എന്നുള്ളത് കൊണ്ട് ഈ അസ്ർ നിസ്കാരം കൂടി ളുഹറിലേക്ക് ചേർത്ത് കസറാക്കുന്നില്ല, 4 തന്നെ നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? ജംആക്കണമെങ്കിലും കസറാക്കണമെങ്കിലും 2 മർഹല വൈദൂരം ആ യാത്രക്കുണ്ടാകണം. ഇത് തന്നെയാണ് പ്രബലാഭിപ്രായം. 2 മർഹല എന്ന് പറയുമ്പോൾ 132 കിലോമീറ്റർ. 2 മർഹല എന്ന് പറയുന്നത് അറേബ്യൻ നാട്ടിലുള്ള ഒരു അളവ് പ്രകാരം നമ്മുടെ നാട്ടിൽ അത് നോക്കിയാൽ 132 കിലോമീറ്ററാണ്. ഈ 132 കിലോമീറ്റർ ഉണ്ടെങ്കിലേ രണ്ടും അഥവാ ജമ്മാക്കലും കസറാക്കലും അനുവദിക്കപ്പെടുകയുള്ളൂ. ഇത് തന്നെയാണ് ഷാഫി മദ്ഹബിലെ പ്രബലാഭിപ്രായം. ഇനി 10, 50, 60 ഒക്കെ കിലോമീറ്റർ ഉള്ള യാത്രയിൽ, ഇനി 10, 50, 60 കിലോമീറ്ററൊക്കെയുള്ള യാത്രയിൽ ഒരു നിലയിലും ഇടക്ക് വെച്ച് നിസ്കരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ പ്രബലാഭിപ്രായത്തിന് എതിരായ ഒരു അഭിപ്രായമുണ്ട്. ഇത്തരം ഘട്ടങ്ങൾ വെച്ചാൽ അതിന് മുൻകൂട്ടി തന്നെ ജമ്മാക്കൽ അനുവദനീയമാണ് എന്ന്. പക്ഷേ ഞാൻ ബസ്സിൽ യാത്ര
നേരെ ത്രൂ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉദ്ദേശിച്ച സമയത്ത് അവിടെ എത്തുകയില്ല, ഇടക്ക് വെച്ചൊരു നിസ്കാരം നിർവഹിച്ച് നീങ്ങുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു പ്രതിബന്ധമേ അല്ല. അത്തരം വിഷയങ്ങളെ ഉള്ളൂ എങ്കിൽ അതിന് വേണ്ടി വണ്ടി സൈഡാക്കുകയോ പോകുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങിയൊരു പള്ളി കണ്ടെത്തി അവിടെ വെച്ച് നിസ്കരിക്കുകയോ തന്നെ വേണം. കാരണം ജമ്മാക്കാനുള്ളൊരു അവകാശം അവിടെ ഇല്ല. മറിച്ച് ബ്ലോക്കിൽ കുടുങ്ങി ഒരു നിലയിലും അവിടെ നിസ്കരിക്കാൻ കഴിയാത്തൊരവസ്ഥ. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ കാറിൽ വെച്ചോ അവൻ നിൽക്കുന്ന വാഹനത്തിൽ നിന്നോ ഏതെങ്കിലും വിധേന ആ അസ്ർ നിസ്കരിക്കുകയും അല്ലെങ്കിൽ ളുഹറിനോട് കൂടെ ജമ്മാക്കേണ്ട അവസ്ഥ ആയിത്തീരുകയും എന്നിട്ട് അവൻ എത്തുന്ന സ്ഥലത്ത് രണ്ടാമത് അത് മടക്കി നിസ്കരിക്കുകയും ചെയ്യണം. ഇതാണ് നിയമം. അപ്പോൾ യാത്രക്കാരൻ എന്ന് പറയുന്നത് അയാളുടെ മഹല്ല് പരിധി അല്ലെങ്കിൽ അയാളുടെ സ്ഥലം വിട്ട് നീങ്ങുമ്പോഴാണ് യാത്രക്കാരനാകുന്നതെന്ന് ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോടിന് പോരാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുന്നു, വെള്ളിയാഴ്ചയാണ്, അങ്ങനെയാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് പോരാമെന്ന് തീരുമാനിച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എൻ്റെ മഹല്ലിൽ നിസ്കാരം നടത്തിയതിന് ശേഷം ഞാൻ യാത്ര പുറപ്പെടുകയാണ്. ട്രെയിനിനാണ് പോയത്. സ്വാഭാവികമായിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഒരുപക്ഷെ മഗ്‌രിബ് ആയാലോ എന്നുള്ളത് കൊണ്ട് ഈ അസറിനെ എനിക്ക് ഈ ജുമാ നിസ്കാരത്തിൻ്റെ തൊട്ട് പുറകെ ജമ്മും കസറാക്കി നിസ്കരിക്കാൻ പറ്റുമോ? ആ മഹല്ലിൽ വെച്ച് അനുവദനീയം അല്ല. കാരണം ജമ്മ് കസറാക്കുന്നതിൻ്റെ നിയമം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നിടത്ത് വിവരിക്കുന്നത് ബി ഫിറാക്കി സൂരിൻ ഖാസിൻ ബി ബലദി സഫരിൻ, യാത്ര പോകുന്ന നാട്ടിന് നിശ്ചയിക്കപ്പെട്ട പ്രത്യേക അതിര്, ആ അതിര് വിട്ടുകടന്നതിൻ്റെ ശേഷമേ അവർക്ക് ജമ്മു കസർ എന്ന ആനുകൂല്യം അനുവദിക്കപ്പെടുകയുള്ളൂ. അപ്പോഴേ അവൻ മുസാറഫറാവുകയുള്ളൂ. ഇപ്പോൾ അവൻ സ്വന്തം വീട്ടിലാണുള്ളത്. ജുമാക്ക് അവനാൻ്റെ സ്വന്തം നാട്ടിലാണ് അവൻ പങ്കെടുക്കുന്നത്. അവൻ യാത്രയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിനാൽ ആ ജുമായോടൊപ്പം പിന്നെ അസറിനെ മുന്നോട്ടാക്കി ജമ്മാക്കൽ അനുവദിക്കപ്പെടുകയില്ല. നേരെ മറിച്ച് അവൻ യാത്രയിൽ പ്രവേശിച്ചു എന്ന് പറയണമെങ്കിൽ അവൻ്റെ നാടിൻ്റെ അതിര് വിടണം. അതാണ് സൂറുൻ ഖാസുൻ ബി ബലദി സഫരിൻ എന്ന് ഫത്തുൽ മീൻ പോലുള്ള കിതാബുകളുടെ വാചകം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നാടിന് നിശ്ചയിക്കപ്പെട്ടൊരു അതിരുണ്ട്. ആ അതിര് വിട്ട് കടന്നതിൻ്റെ ശേഷമുള്ളൊരു പള്ളിയിൽ അദ്ദേഹം ജുമയ്ക്ക് പങ്കെടുക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ ജുമാ നിസ്കാരം തീരുന്നതിന് മുമ്പ് ഞാൻ അസറിനെ ഇതിലേക്ക് മുന്തിച്ച് ജമ്മാക്കുകയാണ് എന്ന് നിയ്യത്ത് വെച്ച് ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് എണീറ്റ് നിന്ന് 2 റക്അത്ത് കസറാക്കി അസറിനെ ഇതിലേക്ക് ഞാൻ മുന്തിച്ച് ജമ്മാക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് അസറും കൂടി നിസ്കരിച്ചാൽ ആ നിസ്കാരം മതി. ഇനി വേറെ അസർ നിസ്കരിക്കേണ്ടതില്ല. അഥവാ ജുമായിലേക്ക് അസറിനെ മുന്തിച്ച് ജമ്മാക്കൽ അനുവദനീയമാണ്, ളുഹറിലേക്ക് ജമ്മാക്കൽ അനുവദിക്കപ്പെടുന്നത് പോലെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നാൽ ഈ പറയുന്നത് പോലെ അസർ നിസ്കാരം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പൂർണ്ണമായും ബോധ്യമുണ്ടെങ്കിൽ ഈ നിയമം പാലിച്ചുകൊണ്ട് അദ്ദേഹം അസർ നിസ്കരിക്കേണ്ടതായിരുന്നു. കാരണം മുസാഫിറിനുള്ള ആനുകൂല്യമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹത്തെക്കുറിച്ച് മുഖീമ് എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അസർ നിസ്കാരം ഈ യാത്രക്കിടയിൽ നഷ്ടപ്പെടുമല്ലോ. എനിക്കാണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ നിറങ്ങി അവിടെ നിന്ന് ഞങ്ങളുടെ മഹല്ലിൽ നിസ്കരിച്ച് അവിടെ നിന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് വീണ്ടും ഞാൻ പുറപ്പെട്ട് ഇടയ്ക്ക് എൻ്റെ യാത്ര എത്തുന്നത് മഗ്‌രിബിന് ശേഷമായിരിക്കും യാത്ര അവസാനിക്കുക. ആ യാത്രയിൽ അസർ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യേണ്ടുന്ന ഒരു രൂപവും ശരീഅത്തുൽ ഇസ്ലാം പറഞ്ഞു തന്നു. അദ്ദേഹത്തിൻ്റെ അസർ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ജുമാ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കൂടാതെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ജുമാ ഈ അസർ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ജുമാ നിസ്കാരത്തിന് വേണ്ടി തൻ്റെ നാടിൻ്റെ അതിർത്തി വിട്ട് മറ്റൊരു മഹല്ലിൽ ചെന്ന് നിസ്കരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയില്ലല്ലോ, പറ്റില്ല. അപ്പോൾ യാത്ര മുറിഞ്ഞു, പിന്നെ യാത്ര തുടർന്ന് പോകണം. പക്ഷേ ഇപ്പോഴും അതാണ് പ്രശ്നം. നമ്മൾ യാത്ര പുറപ്പെടുന്നത് ളുഹർ നിസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ജുമാ നിസ്കാരത്തിൻ്റെ എല്ലാം സമയം കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ അസർ നിസ്കാരം ഒരു ചോദ്യമായി കടന്നു വന്നത്. അതുകൊണ്ടാണ് അതിനുള്ള വഴികൾ നാം പറയേണ്ടി വരുന്നത്. അതിൻ്റെ വഴി ഈ രൂപമാണ്. ഒരു പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നതിനേക്കാൾ ഏറെ 1 മണിക്കൂറോ 2 മണിക്കൂറോ നേരത്തെ യാത്ര പുറപ്പെടേണ്ടി വരും എന്നേ അവിടെയുള്ള പ്രശ്നമുള്ളൂ. എന്നല്ലാതെ അദ്ദേഹം ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയും ഉണ്ടാവുകയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം അതിന് നിശ്ചയിക്കപ്പെട്ട നിയമപ്രകാരം നിർവഹിക്കുക തന്നെ വേണം. അതിനു വേണ്ടി അദ്ദേഹം എന്തൊക്കെ അനുഭവിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടതുണ്ടോ അത് അദ്ദേഹം നിർവഹിക്കുക തന്നെ വേണമല്ലോ. അപ്പോൾ അതിനാൽ അസ്ർ നിസ്കാരത്തെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ചുള്ള ആ ജുമയിലേക്ക് മുന്തിക്കാൻ പറ്റില്ല എന്ന നിയമം അദ്ദേഹം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അപ്പോൾ നാട്ടിൽ നിന്ന് പുറത്ത് അദ്ദേഹം യാത്രക്കാരനായി പോയി അവിടെ വെച്ച് ജുമയ്ക്ക് പങ്കെടുക്കുക മാത്രമേ ആ അസറിന് അതിലേക്ക് മുന്തിക്കാൻ അനുവദിക്കപ്പെടുകയുള്ളൂ. ആ വിഷയം അദ്ദേഹം ശ്രദ്ധിച്ചേ പറ്റൂ. അല്ലാതിരുന്നാൽ
അദ്ദേഹം അസർ അതിൻ്റേതായ സമയത്ത് പിന്നെ നിസ്കരിക്കാതെ പോയാൽ അസർ ഖലാ ആക്കി അതിൻ്റെ സമയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി എന്ന രൂപത്തിൽ അവൻ കുറ്റക്കാരനാകും. ഇതാണ് ഷറഇൻ്റെ നിയമം. ഏതായാലും ജീവിതത്തിൻ്റെ ഈ മനോഹരമായ യാത്രയിൽ വരാനിരിക്കുന്ന പരലോക ജീവിതം ഏറ്റവും ഹയറായി മാറുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കുന്നതിനാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉസ്താദുമായി ഇത്തരം വിഷയങ്ങൾ ചോദിച്ചത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഉസ്താദുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.